സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. 6 വർഷമായി ഞാൻ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുന്നു. ശബത്ത് എന്ന സ്വസ്ഥതയിൽ വെള്ളിയാഴ്ച സന്ധ്യ മുതൽ ശനിയാഴ്ച സന്ധ്യ വരെയുള്ള ദൈവിക സ്വസ്ഥത, ദൈവവചനത്തിലുള്ള ആ വചനങ്ങളെ അനുസരിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ 6 വർഷമായി. ഈ 6 വർഷത്തിനിടയിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ വലിയ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം 1,00,000 രൂപയിൽ മേളിൽ വരുമാനം എനിക്ക് ഉണ്ടായിരുന്നു. ലാസ്റ്റിൽ ആ വരുമാനങ്ങളെല്ലാം തീർത്തും നഷ്ടമായി. 2 ബാങ്കിൽ കൊണ്ടിട്ടിരുന്ന പൈസ മുഴുവനും നഷ്ടപ്പെട്ടു. 1 വർഷം കഴിഞ്ഞ് പല പ്രശ്നത്തിൽ കൂടെയും കടന്നു പോവുകയാണ്. ഒരു കടയുണ്ടായിരുന്നു വീട്ടിൽ, അതും ബ്ലോക്കായി. അങ്ങനെ വണ്ടി ഓടുന്ന കാര്യത്തിലും സകലത്തിലും ബ്ലോക്കായി. പല പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു. സകല രോഗങ്ങളായിക്കോട്ടെ, ദുഃഖങ്ങളായിക്കോട്ടെ, കുടുംബത്തിലെ പ്രശ്നമായിക്കോട്ടെ, മറ്റുള്ള പ്രശ്നങ്ങൾ എന്ന് വേണ്ട, ഇപ്പോഴൊരു 6 വർഷമായി പ്രശ്നങ്ങൾ കൂടെ മാത്രം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഈ പ്രശ്നങ്ങൾക്കിടയിലും സന്തോഷത്തോടെ ദൈവത്തെ അറിയുവാനും, ഈ ആത്മാവിന് പ്രശ്നമില്ലാതെ, ഈ ആത്മാവിന് കോട്ടം തട്ടാതെ ദൈവരാജ്യത്ത് പ്രവേശിക്കണം എന്നുള്ള ആ ചിന്തയിൽ മുൻപോട്ട് പോകാൻ കഴിയുന്നുണ്ട്. പല പ്രശ്നങ്ങളാണ്. ആരും ഈ ദൈവത്തോട് അടുത്ത് വരത്തില്ല, ഇട്ടേച്ച് പോകും പാതി വഴിക്ക്. ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും വചനങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്ത് കടക്കണമെന്നാണ് കർത്താവിൻ്റെ വചനം. പഴയ നിയമങ്ങളൊക്കെ വായിക്കുമ്പോൾ രാജാക്കന്മാരാകാനും ഒക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടില്ല കടന്നു പോയിക്കൊണ്ടിരുന്നു. 10, 15, 20 വർഷങ്ങൾ വിശ്വസിച്ച് പലതും നേടിയവരാണ്. അപ്പോസ്തലന്മാരാണെങ്കിൽ പല പ്രശ്നത്തിൽ കൂടെയും കടന്നുപോയി. അപ്പോസ്തലനായ പൗലോസൊക്കെ വചനങ്ങളൊക്കെ എഴുതിയതും കാരാഗൃഹത്തിൽ കിടന്നും ചങ്ങല ധരിച്ചും കാരാഗൃഹത്തിൽ കിടന്നും കഷ്ടത അനുഭവിച്ചും പല രീതിയിൽ അവർ മരണപ്പെട്ടും പോയി. അതുപോലെ കഷ്ടതയായിരുന്നു അവരനുഭവിച്ചിരുന്നത്. ഈ കഷ്ടതയിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോഴും അവർക്കൊരു പ്രത്യാശയുണ്ട്, ആത്മാവുണ്ട്, ഒരു നിത്യജീവനുണ്ട് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ നിത്യജീവന് വേണ്ടി നമ്മൾ പോരാടുമ്പോൾ നമ്മുടെ എതിർകക്ഷിയായ പിശാച് അവൻ പല കഷ്ടങ്ങളും കൊണ്ടുവരും, പല പ്രശ്നത്തിൽ കൂടെയും കടത്തിവിടും. അതിലൊക്കെ വിജയിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ദൈവത്തെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഓരോ സഭകളൊക്കെ ഉണ്ടാക്കി അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ സൗഖ്യമാക്കും, പല പല സഭകളാണിപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ പല സഭകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കഷ്ടമില്ലാതെ സമൃദ്ധിയോടെ നിങ്ങൾ സുവിശേഷം അറിയിച്ച് പലരെയും സൗഖ്യമാക്കുന്നു, പല പ്രവൃത്തികളും ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് സത്യമാണോ എന്ന് സംശയമുണ്ട്. നിങ്ങളുടെ ആത്മാവ് ആരാണ് നയിക്കുന്നത്, ആരുടെ കീഴിലാണ് ഈ സുവിശേഷമൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നതായിട്ടുണ്ട്. കാരണം ദൈവപുത്രൻ പറഞ്ഞിരിക്കുന്ന അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്ത് കടക്കണമെന്നാണ്. അപ്പം കഷ്ടമൊന്നുമില്ലാതെ ഈ ദൈവരാജ്യത്ത്
കടക്കുന്നു എന്ന് പറയുന്നത് വളരെ പോഷത്വമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പോൾ അനേകം സഭകളാണ് പലരെയും പറഞ്ഞ് തെറ്റിക്കുന്നു, പലരെയും ബോധം നഷ്ടപ്പെട്ടു, മനസ്സ് സകലരുടെയും പിശാച് കവർന്നിരിക്കുന്നു. അതുകൊണ്ട് ആൾക്കാർക്കും ബോധമില്ല, ഈ സൗഖ്യം കൊടുക്കുന്നവർക്കും ഈ സഭ ഉണ്ടാക്കുന്നവർക്കും ഒന്നും ഒരു ബോധമില്ലാതെ പ്രവർത്തിക്കുന്നു. എൻ്റെ അടുത്ത് വന്നാൽ സകല പ്രശ്നങ്ങളും മാറും, നിങ്ങളെ വാലല്ല തലയാക്കും, അനുഗ്രഹിക്കും, ഇപ്പോൾ വിടുതൽ പ്രാപിക്കും, അവൻ വരും, അവനിപ്പോൾ ഇറങ്ങി വരും എന്ന് ദൈവത്തെ കയറി അവനെന്നും ഇവനെന്നുമൊക്കെ വിളിച്ച് വളരെ കേൾക്കുമ്പോൾ വളരെ പ്രയാസം തോന്നുന്നുണ്ട്. ദൈവത്തെ കയറി അവനെന്നും ഇവനെന്നുമൊക്കെ വിളിച്ച് പല രീതിയിലുള്ള ആരാധനകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആത്മാക്കളൊക്കെ സത്യത്തിൻ്റെ ആത്മാവാണോ എന്ന്, ദൈവത്തിൻ്റെ ആത്മാവാണോ പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കണം. പല സഭകളും സ്നാനപ്പെടുത്തുന്നു, അന്യഭാഷകൾ പറയിപ്പിക്കുന്നു, അന്യായ ഭാഷകളൊക്കെ പറഞ്ഞ് മനുഷ്യനെയെല്ലാം തെറ്റിച്ച് കളയുന്നു. അപ്പോൾ ആത്മാവ് നേരായിട്ടുള്ള വഴിയാണോ പോകുന്നതെന്ന് പരിശോധിച്ച് നോക്കണം. കാര്യം പിശാച് ഈ അന്ത്യകാലത്ത് അവൻ ആരെ തെറ്റിക്കണമെന്ന് വിചാരിച്ച് അലറുന്ന സിംഹം പോലെ ഊടാടി കറങ്ങി നടക്കുകയാണ്. കാര്യം ദൈവത്തെ അറിയുന്ന ഏതെങ്കിലും മനുഷ്യനുണ്ടെങ്കിൽ അവനെ തെറ്റിച്ച് കളയാനാണ് അവൻ്റെ ഉദ്ദേശം. ദൈവരാജ്യത്ത് ആരെയും കടക്കുവാൻ അവൻ അനുവദിക്കത്തില്ല. പലരുടെയും മനസ്സ് കവർന്നു കഴിഞ്ഞവൻ, പലരെയും മദ്യപാനത്താലും മയക്കുമരുന്നാലും പല രോഗങ്ങൾ ബാധിച്ച് മരുന്നുകളെടുത്തും പലരെയും പല രീതിയിലും തെറ്റിച്ച് കളഞ്ഞ് ചിന്തിച്ച് മനുഷ്യൻ പല രീതിയിലും നടക്കുകയാണ്. കാര്യം ആത്മാവ് ദൈവത്തിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി അവൻ പല പ്രവൃത്തികളും ചെയ്യും. സുവിശേഷം പറയുന്നവരെയൊക്കെ അവൻ സമൃദ്ധിയോടെ സുവിശേഷം പറയിക്കും. അവൻ വെളിച്ചദൂതൻ്റെ വേഷം കിട്ടുന്നവനാണ്. അതുകൊണ്ട് ആത്മാക്കൾ സത്യമാണോ ഇല്ലയോ എന്ന് അവനവൻ പരിശോധിച്ച് നോക്കുക. ഈ വചനം പറയുന്നവരുടെ കീഴെ പോയിരിക്കുന്ന ജനങ്ങളും ഇത് മനസ്സിലാക്കുക, സത്യം എന്താണെന്ന് തിരിച്ചറിയുക, വചനം വായിച്ച് അതിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ സ്വസ്ഥത കൽപ്പനയാണ്. പിതാവായ ദൈവം പറഞ്ഞിരിക്കുന്ന, ഇസ്രായേലിൻ്റെ ദൈവം പറഞ്ഞിരിക്കുന്ന 10 കൽപ്പന, അതിൽ 4-ാം കൽപ്പന മാറ്റിക്കളഞ്ഞ് അതിനെയും വേണ്ട എന്നും പഠിപ്പിച്ച് സമൃദ്ധിയോടെ പിശാച് തരുന്ന സകല നന്മകളും അനുഭവിച്ച് ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഏതാത്മാവാണെന്ന് അവരവർ പരിശോധിച്ച് നോക്കുക. ഈ അന്ത്യകാലമാണിത്. ദൈവരാജ്യത്ത് ആരെയും കടത്തുവാനിരിക്കാൻ അവൻ പല നന്മകളും തന്ന് മനുഷ്യനെയൊക്കെ തെറ്റിച്ച് കളയുന്നു. അതുകൊണ്ട് ബുദ്ധിയുള്ളവരായി പ്രാവിനെ പോലെ നിഷ്കളങ്കയും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായി സുവിശേഷം പറയുവാൻ, ദ്രവ്യാഗ്രഹ മോഹമില്ലാതെ സുവിശേഷം അറിയിക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വചനം വായിച്ച് അതിൽ വിശ്വസിക്കുക. ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, ശബത്തിനെ ഫോളോ ചെയ്യണം, സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ഇല്ലാത്തവരാരും തന്നെ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടത്തില്ല. പല സഭകളും ഉണ്ടാക്കി അന്യഭാഷകളൊക്കെ പറഞ്ഞ് സ്നാനപ്പെട്ട് ഒക്കെ ഇരിക്കുന്നവരെ അവരവരുടെ ആത്മാക്കളെ പരിശോധിച്ച് നോക്കുക. നേരായിട്ടുള്ള വഴിയാണോ പോകുന്നത്, അതോ പിശാചാണോ നയിക്കുന്നത്? എല്ലാം വചനം വായിച്ച് അതിൽ നിന്നും മനസ്സിലാക്കുക. അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്ത് കടക്കുവാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്.